നിരവധി സമരം നടത്തിയിട്ടില്ലേ? DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സംസാരിക്കുന്നു. തത്സമയം ദൃശ്യങ്ങളിലേക്ക്. ആക്രമിക്കാനും അവരെ അധിക്ഷേപിക്കാനും ഈ ഡോക്ടർ അടക്കം തയ്യാറായത് ഈ നാട് മുഴുവൻ ചർച്ച ചെയ്തതാണ് അല്ലേ? ഈ നാട് മുഴുവൻ. ഇവിടെ ഏതെങ്കിലും ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു ഡോക്ടർ ഇയാളുടെ അധിക്ഷേപത്തിന്, അക്രമത്തിന് വിധേയരാകാത്ത ആരെങ്കിലും ഈ മെഡിക്കൽ കോളേജിലുണ്ട്? ഇവരുടെ സംസ്ഥാന സംഘടനയുടെ, ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ സംസ്ഥാന തലത്തിലുള്ള അവരുടെ സംഘടനയുടെ സെക്രട്ടറി ഉണ്ട്, ഒരു പ്രകാശൻ. ആ പ്രകാശൻ ഈ ഡോക്ടർക്കെതിരായി സംസാരിച്ചതിന്റെ പേരിൽ ആ പ്രകാശൻ ഇവിടെ നിന്ന് സസ്പെൻഷനിലാണ്. അവിടെ യൂണിയനിൽപ്പെട്ട സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ വ്യക്തിപരമായി മെമ്മോ കൊടുത്ത് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. ഡോക്ടറുടെ ഈ വൃത്തികെട്ട ചെയ്തികൾക്കെതിരായി, അഴിമതിക്കെതിരായി സംസാരിച്ചതിന്റെ പേരിൽ മന്ത്രിയോട് പറഞ്ഞാലും മന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞാലും ഇവർക്കൊന്നും നീതി കിട്ടില്ല എന്നുള്ളത് കൊണ്ട് കോടതിയിൽ പോയി പ്രകാശൻ ഇപ്പോൾ ഓർഡർ വാങ്ങിയിരിക്കുകയാണ് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. CPM-ന്റെ ഒരുത്തര് അവരുടെ സംഘടനയിൽപ്പെട്ട സംസ്ഥാന സെക്രട്ടറിക്ക് ഈ മെഡിക്കൽ കോളേജിൽ ഒരു നീതി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കോൺഗ്രസുകാരനെ ആരും ഫലം പറയേണ്ടതുണ്ട്? ഇവിടുത്തെ നമ്മുടെ യൂണിയൻകാരുടെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലേ? ഹോസ്റ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ മെമ്പറാണ് ശ്രീ KK ഇബ്രാഹിംകുട്ടി. അദ്ദേഹത്തിന് പോലെ ഒരു യോഗത്തിന് വിളിക്ക്, ഒരു കാര്യം അന്വേഷിക്കാൻ ചെന്നാൽ കൃത്യമായ മറുപടി കൊടുക്കെ ഇല്ല. ഇവന്റെ ഭരണമാണ്. കോടാനുകോടി രൂപയാണ് ഈ കോവിഡ് കാലത്തിലും നിപ്പ കാലഘട്ടത്തിലും ഇവിടെ ചെലവ് ചെയ്തതിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ. ഇവൻ ഒരു ദിവസത്തിൽ അരമണിക്കൂർ പോലും രോഗികളെ നോക്കില്ല. അരമണിക്കൂർ പോലും രോഗികളെ നോക്കില്ല. മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലും മെഡിക്കൽ സൂപ്രണ്ടുമാരുണ്ടായിരുന്നല്ലോ. ആ മെഡിക്കൽ സൂപ്രണ്ടുമാര് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും അവര് ഒരു ദിവസത്തിൽ ജോലിക്ക് വന്നാൽ 4-5 മണിക്കൂർ രോഗികളെ നോക്കുമായിരുന്നു. ഇവൻ രോഗികളെ അല്ല നോക്കുന്നത്. ഇവൻ CCTV-യുടെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കും. ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണ് പോകുന്നത്, ആരൊക്കെയാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നത്. ഇവിടെ ഈ പണി ചെയ്യാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറും ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ഇല്ലേ? ഈ ഡോക്ടറുടെ പണി ഇതാണ്. ആളുകളെ ഏതെങ്കിലും ഇങ്ങനെ CCTV നോക്കിയിരുന്ന് ജീവനക്കാർ ആരെങ്കിലും വർത്തമാനം പറഞ്ഞാൽ, ഫോൺ നോക്കിയാൽ, ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് മാറിയിരുന്നാൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ മെമ്മോ കൊടുക്കുന്ന പണിയാണ് ഈ വൃത്തികെട്ട ഈ മെഡിക്കൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം. ഇവിടെ വരുന്ന രോഗികൾക്ക് മരുന്നില്ല. അവർ മരുന്ന് വാങ്ങാൻ ഈ തൊട്ടടുത്ത് ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ഈ മതിൽക്കെട്ടിന്റെ കോമ്പൗണ്ടിന്റെ ഇടതുവശത്ത് ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റ് അടച്ചു കളഞ്ഞു. ഇതിലൂടെ വന്ന് ഈ പാവപ്പെട്ട വൃദ്ധരായിട്ടുള്ള രോഗികൾ ഈ 1 കിലോമീറ്റർ ചുറ്റി വേണം ഈ സ്വകാര്യ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങാൻ. എത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ചികിത്സയില്ല, മരുന്നില്ല. വരുന്ന രോഗികളോട് പോലും ക്രൂരമായ സമീപനമാണ് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് പോലുള്ളത്. മന്ത്രിയായ ഈ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ രാജീവിന് ഇദ്ദേഹത്തിനെതിരായി എത്ര പരാതികൾ ലഭിച്ചു? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള, മന്ത്രി ഉൾപ്പെടെയുള്ള ഗൂഢസംഘം, ഈ അഴിമതി സംഘം, തട്ടിപ്പ് സംഘം, ആ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും പരാതി പറഞ്ഞാൽ പോലും നടപടിയെടുക്കാൻ കഴിയാതെ ഈ അഴിമതിക്കാരായിട്ടുള്ളവർ അടിച്ചു വീഴ്ത്തുകയാണ്. ഇന്ന് ആരോഗ്യരംഗത്തിന്റെ പേരിൽ, ഈ മെഡിക്കൽ കോളേജിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് മന്ത്രിയും ഈ സൂപ്രണ്ട് അടക്കം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഈ ഗൂഢസംഘം ഇന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്. കോടിക്കണക്കിന് രൂപ. നിങ്ങൾ നോക്കണം, വിവരാവകാശം വച്ച് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ നിപ്പയും കോവിഡും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ചെലവ് ചെയ്തിട്ടുള്ളത്. അതിൽ 60%-ലധികം തുക ഇവർ കൊണ്ടുപോയി, കളവ് ചെയ്ത് കൊണ്ടുപോയി അഴിമതി നടത്തി. ഈ നാട് അങ്ങനെയാണ് പോകുന്നത്. ഒരാൾക്ക് പോലും
ഒരാൾക്ക് പോലും ഇന്ന് മാന്യമായ രീതിയിൽ ചികിത്സ പോലും കൊടുക്കാൻ കഴിയാത്ത ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. കളമശ്ശേരിയിലും ഇവിടെ വന്നു പോകുന്ന കോട്ടയത്തും ഇടുക്കിയിലും തൃശൂരും ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങളിൽ നിന്നാണ്, എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് രോഗികളാണ് ഓരോ ദിവസവും വന്നു പോകുന്നത്. മതിയായ ചികിത്സ പോലും ലഭ്യമാകാതെ പോകുന്ന ആളുകളുടെ എണ്ണം, നൂറുകണക്കിന് ആളുകളുടെ എണ്ണമാണ് ഓരോ ദിവസവും മാധ്യമങ്ങളുടെ ലോക്കൽ എഡിഷനിൽ ഉൾപ്പെടെ എത്രയോ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് മാധ്യമ പ്രവർത്തകർ പോലും നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കഴിവുകെട്ട ആരോഗ്യരംഗത്തെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കേണ്ടത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് ഉണ്ടാകും. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ആരോഗ്യരംഗം കഴിഞ്ഞ എത്രയോ കാലഘട്ടങ്ങളായി നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ കൊണ്ടുവന്ന ഈ ആരോഗ്യരംഗത്തെ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ, മന്ത്രി വീണയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ കഴിവുകെട്ട മന്ത്രി രാജിവെച്ചു പോകണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യം. ഇത്രയും കഴിവില്ലാതെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമില്ലാത്ത ഒരു മന്ത്രി പിന്നെ എന്തിനാണ് കേരളത്തിൽ? ആരോഗ്യരംഗം പോലെ ഇത്രയും പ്രധാനമായ ഒരു രംഗത്തെ പോലും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു മന്ത്രി, ഇതുപോലെയുള്ള ഒരു മന്ത്രി കേരളത്തിന് നല്ലതല്ല. നിങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉടുത്തൊരുങ്ങി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾ ആ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ആ ശ്രദ്ധ കേരളത്തിലെ പാവപ്പെട്ട രോഗികളോടുണ്ടായിരുന്നെങ്കിൽ ഒരു രോഗിക്കും ഇതുപോലത്തെ ദുരവസ്ഥ